നയങ്ങളും മൂലവും വരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർദ്ധപുരുഷ കരാതിഭേദങ്ങളും 4 പായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ച് പദ്യം പറയുമാതിനുണ്ടെങ്കിലോ ഭർതൃസൗഖ്യം വരും, കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളോരമാദ്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാൽ അത് കർണസുഖം വരുമാറ് പറഞ്ഞുകൊണ്ട് അന്വഹമാത്മാഭിമാനം ഭാവിച്ചു മൂലവിനാശം വരുമാറ് നിത്യവും മൂഢരായുള്ളോരമാദ്യ ജനങ്ങളിൽ നല്ലതു കാകോളം എന്നത് ചൊല്ലുവോരല്ലൽ വിഷമവുമുണ്ടവർക്കെന്നില്ലല്ലോ. മൂഢരാം മന്ത്രികൾ ചൊല്ല കേട്ടിടികൾ നാടുമായി സുങ്കുലവും നശിച്ചു പോം. നാദഭേദം കേട്ട് മോഹിച്ചു ചെന്ന് ചേർന്നാതി മുഴുത്ത് മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ച് ചലവങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു നിന്നത്തൽ വിടുന്നു വിളിശം രസിക്കയാൽ. ആഗ്രഹമെന്നിങ്കലേറിയാൽ ആപത്തും പോക്കുവാനല്ലാതെ വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാടിനും ഉന്മൂലനാശം വരുത്തുവാനല്ലയോ ജാനകി തന്നിലോ രാശിയുണ്ടായതും. ഞാനറിഞ്ഞേനതു രക്തരാത്രീഞ്ചരാധിപ ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്ന് നിർണയം. ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാനൂനമാപത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിരിക്കല്ല. കേവലാൽ ചൊല്ലുമെന്നെങ്കിലൊരുത്തനഭിരുചി പൂർവജന്മാർജിതവാസനയാൽ അതിനാവതല്ലേതും അതിൽ വശനായി വരും. എന്നാൽ അതിങ്കിൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ടും വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കലാരാനുമോർക്ക നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം. ഇവോടുപഗതമായി വന്നതീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജഗന്മയൻ നാരായണൻ പരൻ. സീതയാകുന്നത് യോഗമായ ദേവി